എല്ലാവർക്കും ശരണം ശരണം ശരണം. അതെ, വളരെ വളരെ പുരാതനമായി നടന്നു വരുന്ന നമ്മുടെ കരിയാരിപ്പുള്ള അംശം. അതെ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെയാ, മുനിയപ്പൻ സന്നിധിയിൽ അതെ 7-ാം പൂജയോട് അനുബന്ധിച്ച് ഈ കൂടിയ ഭക്തജനങ്ങൾക്കും ഈ കൂടിയിരിക്കുന്ന മഹാജനങ്ങൾക്കും തമ്പുരാന്റെ പേരില് മംഗളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതന്നെ ഞാൻ അവിടെ പറയാൻ വേണ്ടി പോണത്. ഇന്ന് കൂടിയിരിക്കുന്ന മഹാജനങ്ങളുടെ പേരിലും നമ്മുടെ കളിപ്പിക്കുന്ന കളിക്കമ്മന്റെ പേരിലും നമ്മുടെ ഭഗവത്തിന്റെ പേരിലും നല്ലൂർ കൃഷ്ണത്തിന്റെ പേരിലും കുമാരമുത്തൂർ മണിയാശന്റെ പേരിലും നമ്മുടെ കൊല്ലംകോട് ആണ്ടുകൊടുമ്പ് വേലാശന്റെ പേരിലും ആമ്പസുള്ള മനോജന് നമസ്കാരമുണ്ട്. അതന്നെ ഞാനും പറഞ്ഞത് മംഗളം ഉണ്ടാക്കണം. അങ്ങനെയാണ്. അതെയോ, രാഗത്തിന്റെ മനസ്സിലായോ? ഏതാ രാഗം? ഇടനെ കേട്ടിട്ടാണ് ഓടുക. നാടകത്തിന് രാഗമുണ്ട്. എന്താ രാഗം? രാഗത്തിന്റെ പേരാണ് തോടി രാഗം. ഈ നാലുകളിൽ കൊണ്ടുവരാനും ഇത്രയും മഹാജനങ്ങൾ വിളിച്ചു വരുത്താനും ആമ്പക്കളെ മനോഹരം ക്ഷണിക്കേണ്ട കാര്യം മനസ്സിൽ പിടിക്കത്തക്കതായ മനോരഞ്ജ നാടകം തിരുമണ്ടാണ്ടിരിക്കെ ഇന്ന കാലത്തെ മനുഷ്യന്മാരുടെ മനസ്സിൽപ്പെടുത്ത ഫോട്ടോ നാടകമാണ്. നല്ല നാടൻ്റെ അന്തമാല കൊണ്ടു പോയി താഴെ രണ്ടും കൂടി വരുവാന് കളിയിലിട്ടതൊക്കെ മനസ്സിലായി. അണ്ടമാല കൊന്ന പറഞ്ഞ നിനക്കറിയില്ല. അതന്നെ ഉണക്കാതിന് മോള് കെട്ടി കൊന്നിട്ട് കൊടുത്തത് വേണ്ട. അതെ, അത് ഹോട്ടലിൽ പോയാൽ പറയും. അതെ, അങ്ങനെ കൊന്നോട്ടെ. പിന്നെന്താ പറയണത്? എന്റെ പേരാണ് അതെ, നിങ്ങൾ വെറുതെ പോയിട്ടാണ് ഞങ്ങൾ ബേബി ചോദിക്കുന്നത്. അതെ അതെ, എഴുത്തിന്റെ കഴുത്തിലാണ്. അത് കാര്യം ശരിയല്ലേ? ഈ കഴുത്തിന്റെ വെളിച്ചം വെക്കുന്നത്. ഓ, വിദ്യാഭ്യാസം ഉണ്ടോ? വിദ്യാഭ്യാസം തേര് കുറവാണ്. 2 കൊല്ലമായിട്ട് പച്ചരി ഇപ്പോൾ പോയി ഒന്നീ തന്നെ 9 കൊല്ലം തോൽക്കാണ്ട് പഠിച്ചു. പിന്നെ ഒരു കണ്ണാ കൊടുക്കാൻ വേണ്ടി വന്നാണോ? ടീച്ചർ എന്നെ തളക്കുമ്പോ ടീച്ചർ ക്യാൻസർ വാങ്ങ്. അതെയാ, അതെ, മാതാപിതാക്കൾ ദൈവം. അത് പണ്ട് കാലത്ത് ഉപ്പങ്ങനെ ദൈവം. അമ്മ ഇപ്പഴാ വന്നിരിക്കുന്ന അമ്മ 6 മണി മണിക്ക് തലയിൽ തുണി വെക്കുന്നതല്ലേ? അതെയാ, മുനിയപ്പന്റെ അവിടെ അതെ സംഗീത കച്ചേരി വെക്കാൻ വേണ്ടി അതെ തമിഴ്നാട്ടിൽ ഒരു കുട്ടി വന്നിട്ട് അവളുടെ പാട്ടം കച്ചേരി പറയാ. അതെ അതെ അതെ, പിന്നെ ഞാൻ ചില്ലറയാണ് വിചാരിച്ച ഒരിക്കൽ വെക്കാൻ 1000. അപ്പൊ 2ാം മുറി വെക്കണമെങ്കിലോ? അപ്പൊ പെട്ടെന്ന് തിരി വെക്കണ അപ്പൊ കവല് കൊണ്ടു മുന്ന. അതെയാ, മുത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയിൽ കൊറോണ വന്നില്ലേ? അതെ, പോയതാണ്. അതെ അതെ അതെ. ഓ, കുട്ടി വരാറായി. ആര്? കുട്ടി വരാറായി. തള്ളന്മാരുടെ ചോദിച്ച എത്ര വിവരങ്ങൾ അറിയാം. അല്ല, കുട്ടി വരാറായി പറഞ്ഞ കയ്യോ കാലം മെല്ലെ കൊല്ല അതിന് വെളിയിൽ തള്ളി. എന്നാ അവന് തുടങ്ങി തണ്ണ ഇനി നേരം വെളുക്കുന്നൊരു പാട് പറയണാശാണ്. ഇത്ര ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടേ അയ്യ വാങ്ങയ്യ ഒരു തല വന്ന് പടുത്തൊക്കെ പോരാമെന്ന് പറഞ്ഞ ഞാനൊക്കെ ഉറക്കപ്രാന്തിൽ ഓരോ പടുക്കലങ്ങോട്ട് പടുത്താ ഇവിടെ മലബാർ ഷട്ടർ പോലെയായിട്ട് എനിക്ക് വേറെ സാധനം ജനങ്ങളെ പാടാക്കും. ഉമ്മയുടെ കാര്യല്ലേ? നമ്മുടെ പാട്ടോട് രാജേഷിന്റെ അപ്പന്റെ അടിയുന്നതിന്
നെന്തിയല്ലടാ പിന്നെ അപ്പന്മാരെ ചാകില്ല അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതാണ് കടയിൽ കഴിച്ചതില്ലേ. അവന്റെ അപ്പനാണ് അവന് ചത്ത. അതെ, അവന്റെ അപ്പന്റെ അവസരം ഞാൻ കല്യാണം പോലെ നടത്തും. അവന്റെ അപ്പന്റെ അവസരം നിങ്ങൾ കല്യാണം പോലെ നടത്തുകയാണെങ്കിൽ നടത്തും. ഞാൻ പക്ഷേ മനോരമൊക്കെ സിംഗാരിമാണ് ഉണ്ട്. അത് കെട്ടാണ്ട് നോക്ക് വേണ്ടടി. തമിഴിലാണ്ട് വേറൊന്നും അറിയില്ല. തമിഴിൽ തന്നെ ചോദിക്കാനേ. രണ്ടാം ചെട്ടിക്കാരെ വരുന്ന വഴിയുള്ള വെള്ളത്തോളം രൂപമില്ല. ഒരു കൈ മട്ട വിട്ട് തിന്നുക. പുളുക്കറിയോ അവസാന അറിയാലോ. തെലുങ്കി തന്നെ ചോദിക്കലേ. രൂപമില്ല. പിള്ളേർ പരമ്പര ചപ്പി അങ്ങനെയാണ്. പുള്ളയമ്മോ പെണ്ണ് കോട്ടം പിന്നെ അങ്ങനെയാണ് കൂട്ടം കൂടൂല്ലേ. പുള്ളിയമ്മ ഊര് വന്നെങ്കിൽ വിളിച്ച് കെട്ടിയല്ലേ രാജവല്ലേ കഴിച്ചുള്ളൂ. എന്റെ വരുമ്പോ എരുമത്തോട്ടിട്ട് അതെ ആണ്ടുകളും മാറി. ആ കുട്ടിയാ പുള്ളിയമ്മ സഭയിൽ വന്നാല് ആരും ഹോസ്റ്റലിൽ വന്നിരിക്കുന്നു. ആ കുട്ടിയാ പുള്ളിയമ്മ இந்த மலையாள சினிமால வந்தனால மலையாளம் படிக்க தெரியுமா? படிக்க தெரியுமா? புள்ளைங்க கண்டுகாட்டி தெரியும். பாட தெரியுமா? பாட தெரியும் பண்ணு. நாய் மூணு கட்டி கட்டி வச்சு അങ്ങനെയാ. ஒன்னு சொல்ற தெரியுமா? உனக்கு நாகரிக தெரியும். தெரிஞ்ச பெருசா படிப்பாங்க. அப்படியே ഇന്നിവിടെ കളി കാണാൻ വന്ന മഹാജനങ്ങൾക്കും യാതൊരു പോപ്പുകളും വരാതെ ഞങ്ങളുടെ പരിപാടി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചിടണമെന്ന് ഈ ജനത്തിനോടും ആ ദൈവത്തിനോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവങ്ങളെ, നിങ്ങളുടെ അമേരിക്കയിലാണ് ഈ കാണുമ്പോഴുള്ള മനോജിന് അയാൾ കൊണ്ട് കെട്ടിയതിന് ഞാൻ ഉത്തരവാദിത്വം. ഞാൻ ഐശ്വര്യം പറയാം. വളരെ കുട്ടികൾക്കല്ലേ പറഞ്ഞത്. പിന്നെ കുറ്റത്തോട് ആയാലും പെണ്ണ് കിടക്കാൻ നിൽക്കുക. നീ പെണ്ണ് ചെയ്തത് കുട്ടിന്റെ അടുത്തൊക്കെ ശരി. നിന്റെ കയ്യെണ്ണ കുന്നൂര് മോട്ട് പറയാൻ പോയി വഴി വരുന്നത് ആരാണ്? മരുമകളെ കുട്ടിനെ പോലെയല്ല, മരുമകളൊന്നും അല്ലല്ലോ. അറിയാം. അത് എന്നെ കൊണ്ട് നാളെ പറയണം. കൂലിയൊന്നും മാട്ടില്ല. 3 പ്രാവശ്യം ഉണ്ടവിടെ പോക്ക് കണ്ട വായി വന്ന കണ്ട് ചെടിയായി നിൽക്ക് പണ്ണേ. അറിയാ പറയണ കണ്ട മരത് വെള്ളമില്ലാണ്ട് കിടക്കാൻ പറയ കുറ്റേക്കുന്നത്.
എന്ത് നീ പൊക്കണം കേട്ടാ. ഞാനല്ല പൊക്കണം കെട്ടത്, നിന്റെ അപ്പനാണ് പൊക്കണം കെട്ടത്. കവലയിൽ കൊണ്ടുപോയി ഞാനല്ല പൊക്കണം കെട്ടത്. പൊക്കണം പറഞ്ഞ സൈഡ് കൂടെ ഇടണ അത് നേരം പോലത്തെ പറയാണ്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഏഴാം പൂജയ്ക്ക് ആ മുനിയപ്പനോട് ഒരു കൈകാര്യം ഇരിക്കണം. പോരാട്ട നാടകം എന്തായാലും പോരാട്ട നാടകം അതിൽ ആന ഉണ്ടാകുമോ? പറഞ്ഞ ആന പോരാട്ടം അവിടെ പോണം. നേരെ അങ്ങോട്ട് പറ്റും. അടുത്ത വണ്ടി കയറാം. ആനയുണ്ടായില്ല. നിങ്ങൾ പറഞ്ഞ സാധനം പഞ്ചായത്ത് പണിക്കാരൻ ഇവിടെ പോയാ പഞ്ചായത്ത് പണിക്കാരൻ അവിടെ പോയാ എന്നെ അത്രയും പ്രധാനമുള്ള അമ്മയാണ്. ആ എണ്ണ ഇട്ടാലുള്ള പ്രതിഫലം ഒന്നാണ്. അവരുടെ കയ്യോ കാര്യോ അതെന്താ അലുമിന്റെ കലമാണ്. മടങ്ങിയ മടങ്ങിയ തട കൊടുത്തുകൊണ്ടിരിക്കുന്നു. തന്നെ അന്നാ ഞാൻ ആ ഒരു ദിവസം ഒരു മാറ്റം സംഭവിച്ചു. ആ ദിവസം ഒന്നും മോപ്പിട്ട് നോക്കാത്തവൻ അന്ന് മോപ്പിട്ട് നോക്കി. ഓ നോക്കുമ്പോഴേ കാര്യം മനസ്സിലായത് ആ തെങ്ങിന് തലയേ അതെ അക്കോട്ട് മാത്രം കൈ കൊടുത്താൽ മതി. എന്ത് ചെയ്തു? അയാൾ പറമ്പത്തിൽ എടുത്തായിട്ട് അയാൾ കൊലയിൽ പോയി കിടന്ന ആ കിടന്ന മേലെ ആ കിടന്ന സുഖമെന്ന് പറഞ്ഞു. എന്റെ മണിയാശൻ എവിടെ? മണിയാശൻ മലയാശ കെട്ടുകാരി കൊണ്ടുപോയാ അങ്ങോട്ട് തൂക്കുകൊണ്ട് പോവാണ്ട് നോക്കി. അതെ നമ്മുടെ മണിയാസാൻ കുമാരപുത്രന് മണിയാസാൻ. അതെയാ എന്താണ് കാര്യം? അല്ല നമ്മുടെ സെറ്റിൽ എത്ര പേരുണ്ട്? നമ്മുടെ സെറ്റിൽ 14 ആളുണ്ട്. 14 ആളുണ്ട്. ഈ 14 ആളുണ്ട് പറയുമ്പോ അത് മൊത്തം ആണുങ്ങളാണ്. മുഴുവൻ ആളുകളാണ് അല്ലേ? ഈ 14 ആണുങ്ങളുടെ ഇടയിൽ എങ്ങനെ ഒരു സാധനം തന്നെ ഞാൻ നോക്കില്ല. ഒരുപാട് നോക്കണ്ട. ആശാന്മാർക്ക് എന്ത് പണി ചെയ്യാലോ? അപ്പൊ ഒരു കാക്ക വന്നില് അതെ അയാളുടെ മണവാട്ടി അതിന്റെ പാട്ടിയിലാണ് ചപ്പക്കൊന്നല്ലേ ഭാര്യ അതെയാ അപ്പൊ വന്ന് സാധനമാണ്. അതെ ബാംഗ്ലൂരിൽ നിന്ന് പ്ലേറ്റിൽ ഞാനും കണ്ടല്ലോ ഒരുപാട് ആകുമ്പോ പ്ലേറ്റിൽ കയറണം. ഏതാ പറഞ്ഞത്? വിമാനത്തിൽ കയറി അതെ നേരെ നെടുമ്പാശ്ശേരി ഇറങ്ങി ഇറങ്ങി അവിടെ ഒരു മാന്യക്കാരെടുത്തു. ആ കാർ ഏത് വഴിക്ക് പോയി വന്നിട്ടാണ് ഞാനും നോക്കണത്.
അതെ നമ്മുടെ മുനിയപ്പന്റെ തട്ടകത്ത് അതെ ഈ കണ്ടത്തിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ സാധനമാണല്ലത് സാധനമാണ് ഈ കുട്ടി. തന്നെ എന്നാലും എനിക്കൊരു സംശയം കേട്ടാ അല്ല ഇതിനെ കാണുമ്പോഴേ അതങ്ങനെ പട്ടഞ്ചേരി പേരിയോട് അതേകുമാർ പട്ടഞ്ചേരിയിലെ അതെ അജയകുമാർ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അതെ അത് ആൺകുട്ടി. തന്നെ ഇവിടെ പെണ്ണാണ്ട. അത് ഒരു പെണ്ണാണ്ട. അത് എനിക്കല്ല നമുക്കല്ല കളി കാണാമെന്നവർക്ക് അറിയാമല്ലോ പെണ്ണാണ്. ഇത് പെണ്ണാണെന്നുള്ളത് അതാണ് പറയുന്നത് കേവലം. ആ ഉമ്മ വരുമ്പോഴേക്കും നീ അമ്മനെ മറന്ന് സ്വഭാവം കണ്ടോ? മറന്നേ. ഉമ്മനെ കാണുമ്പോ അമ്മനെ നീ മറക്കും മറന്നല്ലോ. കേവലം ഒരു ഉമ്മ വരുമ്പോഴേക്കും നീ അമ്മനെ സ്വഭാവം. പിന്നെ എന്താ ആ കുട്ടി വരുമ്പോഴേക്കും ആ കുട്ടി വരുമ്പോഴേക്കും എന്താ കണ്ണാക്കാൻ നിൽക്കുന്നത്? നിന്റെ കണ്ണാക്ക ആണെങ്കിൽ ഞങ്ങൾക്ക് സെക്യൂരിറ്റി കണ്ണാക്ക 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 നീ ഇപ്പൊ തല്ലി കണ്ണാക്ക 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 നല്ല കാറ്റ് കൊണ്ടുണ്ടാ നീ ആണെങ്കിൽ അതെ എന്റെ ഉമ്മർത്ത് നിന്റെ കണ്ണാക്ക ഒത്തിരി പണി ഉള്ളിൽ പോണ കുഞ്ഞല്ലേ പോട്ടെ. ഞാൻ ഏത് നല്ലത് തല്ലിക്കറിയണ് എന്റെ വാഴപ്പലക മകനെ നിനക്ക് ഈ പ്രായത്തിൽ തന്നെ മൊക്കിലിരുത്തിയില്ലട രാജാ ഞങ്ങളുടെ സെറ്റ് 14 പേർക്കും വെച്ച് വെളിവ് കെട്ട മകനല്ലട രാജാ എന്റെ മോയലെ അവനെനിക്കും ആ ദേശക്കാർക്ക് വന്ന ആ പിള്ളേർക്ക് മറ്റൊരു മാത്രം കഴിയുന്ന അത് ഇറക്കിയിട്ട് ചെറിയിട്ട് മോള് വെക്കും. ആ മോടി തന്നെ വെച്ച് തുറക്ക് വേണ്ടതുണ്ട് എന്റെ ചന്തക്കാരൻ മകനെ കരിയാണോ കരയല്ല ഓരോ വെള്ളം വരുന്ന വേണം. അവനൊന്നും വെള്ളം പറ്റില്ല അവന്റെ അല്ല കണ്ണാക്ക് എന്റെ ചന്തക്കാരൻ മകനെ നീ ഈ രീതി ആയിരട രാജാ 10 റുപ്യ കുടി തന്നിരിക്കലും പണം കായ്ക്കണം മരമേ നാഗേഷ് 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 ಸಂಸ್ಥೆ